ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്കറിയാം, ഞാൻ കുറേ ആയി ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നത് കുറവാണ്. ഭയങ്കര മടിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല, എന്താണെന്നറിയില്ല, ഒരു മടി വന്നു പോയി. ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഇന്ന് ഞാൻ നമ്മുടെ കൃഷുവിൻ്റെ ഒരു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ടാക്കും കൂടി ദോശ ചൂടുന്ന ബ്രഷ് ചെയ്തിട്ടല്ലേ എല്ലാവരും ദോശ ചൂടുക. അപ്പോൾ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃഷുവിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇന്ന് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റാൽ ഞാൻ വേഗം അവനെ ബ്രഷ് ചെയ്യിക്കും കേട്ടോ. ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ചില ദിവസം വലിയ കുഴപ്പമില്ല, എന്നാൽ അധികവും മടി തന്നെയാണ്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഇന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി അവന് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിട്ട് ഇങ്ങോട്ടാ പോന്നെ. രാവിലെ അമ്മേനെ കണ്ടാൽ പിന്നെ അവന് അമ്മ തന്നെ വേണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാൻ. അപ്പോൾ അമ്മമ്മ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മേനെയും വിളിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞങ്ങൾക്കുള്ള ദോശ ഒക്കെ ചുട്ട് റെഡിയാക്കി വെക്കാമെന്ന്. അപ്പോഴത്തേക്ക് അമ്മ ഇതാ ഇവിടെ ഉച്ചയ്ക്ക് ചോറിനുള്ള കറിയും ഉപ്പേരിയും പിന്നെ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കൃഷുവിന് അമ്മ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് 2 ദോശ എടുത്തിട്ടുണ്ട്. കഴിക്കുമെന്നൊന്നും അറിയില്ല, ഫുൾ എന്തായാലും കഴിക്കൊന്നുമില്ല. ഒരു ചെറിയ കഷ്ണമൊക്കെയാണ് മൂപ്പരുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചമ്മന്തി, ഈ ഒരു ടൈപ്പ്, ഈ അധികം ഇങ്ങനെ വെള്ളമാക്കാത്ത ഈ ഒരു ചമ്മന്തി അവനിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അധികം എരിവൊന്നും ആക്കാണ്ട് അമ്മ അവന് വേറെ തന്നെ ആക്കി വെക്കും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം അമ്മയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. നേരത്തെ കൊടുത്തപ്പോൾ കുടിച്ചില്ല. ഇവൻ്റെ ഓരോരോ മൂഡനുസരിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതായിട്ട് വരുന്നത്. നേരത്തെ പാൽ കുടിക്കാൻ പാൽ കുടിക്കാൻ ചായയും കോഫിയൊക്കെയാണ് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. പാല് കുടിക്കാൻ കുറച്ച് മടിയാണ് ഇപ്പോൾ. ആദ്യമൊക്കെ നല്ലോണം കുടിക്കുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് മടിയായിരുന്നു. മഴയൊക്കെ പോയിട്ട് തോണി ഉണ്ടാക്കണമല്ലോ. തോണി എങ്ങനെ ഉണ്ടാക്കുക? അമ്മ കാണിച്ചു തന്നിട്ടില്ലേ തോണി ഉണ്ടാക്കുന്ന പേപ്പർ ഇല്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് അടിയിൽ ഇതെവിടെയാണുള്ളത്. ഇതാ ഇത്രയും കുടിച്ചാല് ഇവിടുന്ന് സ്ട്രോബെറി ഇട്ടു. മറിഞ്ഞോവേ, ഞാൻ ഇതെങ്ങനെയെങ്കിലും കുടിപ്പിക്കട്ടെ കേട്ടോ. കൃഷുവിന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കുറച്ചായിട്ടാണ് അവന് രാവിലെ കഴിക്കാറുള്ളൂ. എന്നാലും ഞങ്ങൾ മാക്സിമം അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പാല് അതും മസ്റ്റായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പിന്നെ പാലൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് അവന് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഗ്യാസിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതാകുന്ന സമയം കൊണ്ട് അവൻ്റെ കൂടെ കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴയാണ്, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനൊരു തോണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് കളിക്കുകയാണെങ്കിൽ ആൾക്ക് വലിയ കുരുത്തക്കേടൊന്നും ഉണ്ടാവില്ല, നമ്മളെ കൂടെ ഇരുന്ന് കളിച്ചോ. അതേപോലെ തന്നെ ഞങ്ങൾ 2 പേരും മാത്രമാണെങ്കിലും അവന് വലിയ കുരുത്തക്കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അവനറിയാം അവനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ ചുറ്റിലും ആൾക്കാരുണ്ട്. അപ്പം ലേശം കുരുത്തക്കേടൊക്കെ കളിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണി അവനെ ഒപ്പിച്ചിട്ടുണ്ടാവും.
ഞാൻ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നേ കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ മറന്നുപോയി. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ നെയിൽ കട്ട് ചെയ്യാം അല്ലേ. ഇവൻ്റെ നെയിൽ കട്ടർ എവിടെയോ കൊണ്ടുപോയിട്ട് അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ വലുത് തന്നെയാണ് കേട്ടോ എടുത്തത്. ഒരു കുഞ്ഞ് നെയിൽ കട്ടർ ഉണ്ടായിരുന്നു വിഷുവിനല്ലേ. എവിടെയാണ് കൊണ്ടുപോയിട്ട് നെയിൽ കട്ട് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ചില സമയത്ത് സമ്മതിച്ചു തരില്ല, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അടങ്ങിയിരുന്നു വരും കേട്ടോ. പിന്നെ കാലിൻ്റെത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ആയി കളിക്കും, ഇളകി കളിക്കും, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇളകിച്ചിട്ട് ഫിനിഷ്. കാണിച്ചെടുത്ത് ഇങ്ങനെ കാണിച്ചെടുത്ത്. അങ്ങനെ കൃഷുവിൻ്റെ നെയിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവനെ വേഗം പോയി കുളിപ്പിച്ചിട്ട് കഞ്ഞി കൊടുക്കണം. അങ്ങനെ കൃഷുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതാ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അധികവും ഞാൻ കഞ്ഞിയാണ് തേങ്ങാപ്പാലാക്കിയിട്ട് ചെറിയ പൊടിയരി കഞ്ഞിയാണ് കൊടുക്കാറ്. പിന്നെ ഇടയ്ക്ക് ആ ഒരു ടേസ്റ്റിൻ്റെ മടുപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തന്നെ പൊടിയരി കഞ്ഞിയിൽ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ പഴം നെയ്യിൽ വാട്ടിയിട്ട് അതും കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇതിപ്പോൾ സമയം ഉച്ചയായിട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അവൻ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു കഞ്ഞി കുടിച്ചിട്ട്. ഞാൻ അധികം ഒരു 2-2.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവന് അടുത്ത ഫുഡ് കൊടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ കഞ്ഞി കൊടുത്തിട്ട് ഇപ്പോൾ 2 മണി സമയം എങ്ങാണ്ടായി. അമ്മയ്ക്കല്ല മോന, അല്ല മോന. മോൻ ചോറ് ഫുള്ള് കഴിക്കൂലേ? ഗുഡ് ബോയ് അല്ലേ? അമ്മ തിന്നൂല, മോൻ തിന്നണം. ചോറൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ്. എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാട്ടോ ഇപ്പൊ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോണൊന്നും ഞങ്ങളിപ്പോൾ അങ്ങനെ കാണിക്കാറില്ല. അങ്ങനെ നല്ല മാക്സിമം ഒഴിവാക്കാറുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ അവനും കൊടുക്കാറ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോൾ തക്കാളി കറിയുണ്ട്, ഉപ്പേരിയുണ്ട്, മീൻ വറുത്തതുണ്ട്, എല്ലാം അവന് കൊടുക്കാറുണ്ട്. എല്ലാ ഫുഡും അവന് കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ എരിവ് കുറച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഭയങ്കരമായിട്ട് കുറയ്ക്കുകയില്ല, എന്നാൽ ഭയങ്കരമായിട്ട് കൂടുതലും അല്ല. അത്യാവശ്യം എരിവൊക്കെ അവൻ കഴിക്കും കേട്ടോ. അപ്പം അതിനോടൊന്നും ഭയങ്കര അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കാറ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം ഞങ്ങൾ ഉച്ചയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ മീനോ മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും ഒന്ന് അവന് കൊടുക്കാറുണ്ട്. അപ്പം മുട്ടയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം തന്നെ ചിക്കനായാലും ഫിഷായാലും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഉറക്കി. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ ഉറക്കാറ്. കാരണം എനിക്കും ഈ ഒരു സമയം കിടന്ന് ഉറങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കൂല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടാളും ചിലപ്പോൾ കിടന്നുറങ്ങാറ്. ഞാൻ ഫുഡ് കഴിച്ചു, എന്നിട്ടാണ് ഞാൻ അവനെ ഉറക്കിയത്. അവൻ ആദ്യം ഫുഡ് കൊടുക്കും, എന്നിട്ടാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഞാൻ അടുത്ത് കിടന്ന് കുറച്ച് സമയം ഇങ്ങനെ കിടന്നു കൊടുത്താലേ അവൻ ഉറങ്ങുള്ളൂ. അങ്ങനെ ഉറക്കി കിടത്തുകയൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഈ ഒരു സമയത്താണ് എൻ്റെ വീഡിയോ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുക. ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഞാൻ അല്ലെങ്കിൽ ഡെയിലി ഒരു ഷോർട്സെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ആരോ എനിക്ക് കമൻ്റ് കണ്ടു ഏതോ ഒരു വീഡിയോയിൽ, എന്താ വീഡിയോസ് ഒന്നും കാണാത്തതെന്ന്. അപ്പം മടിയാണ്, സത്യം പറയാലോ, എന്തോ ഒരു മടി പിടിച്ചു പോയി. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്നതാണ്. കുറേ ദിവസമായി ഇതിങ്ങനെ മടി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഡെയിലി ഇങ്ങനെ എന്താണ് ഒന്നാമതിൽ എന്തെടുക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ല, എന്ത് വീഡിയോ എടുത്തിടണമെന്ന്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടി തട്ടി കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമായി, ഒരു 5:30 മണി ആയിട്ടുണ്ട്. 5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവൻ ഉറങ്ങിയാൽ പിന്നെ എണീക്കുക.
സാധാരണ ഞാൻ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. ഇതിപ്പം ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇന്നിപ്പം പഴം നെയ്യിൽ വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ വരുമ്പം പഴം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പഴം ഇങ്ങനെ വാട്ടി കൊടുത്താൽ അവന് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് മുന്തിരിയും തേങ്ങയും ഒക്കെ നെയ്യിലൊന്ന് ഇങ്ങനെ വറുത്തിട്ട് അതും അതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഇട്ടിട്ട് കൊടുത്താൽ അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആക്കി കൊടുക്കും. ചില ദിവസം ഞാൻ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡും പിന്നെ ന്യൂട്ടെല്ല ഉണ്ട്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രെഡിലാക്കിയിട്ട് അല്ലെങ്കിൽ ബ്രെഡും. അതേപോലെ തന്നെ ദോശമാവൊക്കെ എപ്പോഴും അവന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കരുതാറുണ്ട്. അപ്പോൾ ദോശയും ചമ്മന്തിയും അങ്ങനെയൊക്കെ വൈകുന്നേരം കൊടുക്കും. പിന്നെ ഒരു ഗ്ലാസ് പാലും കൊടുക്കും കേട്ടോ. വൈകുന്നേരം എന്തായാലും ഒരു ഗ്ലാസ് പാലും കൂടെ കൊടുക്കാറുണ്ട്. ചൂടാട്ടാ ഓടിത്തരാം. എങ്ങനെയുണ്ട് പാപ്പ? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പറാന്ന് പറ. ആരാ വന്നേ? അച്ചാച്ചൻ എന്ത് പറിക്കാൻ പോയതാ? എന്ത് പറിക്കാൻ പോയതാ? ചക്കയോ? ചക്ക പറിക്കാൻ പോയതാ എന്നാ? അങ്ങനെ കൃഷുവിന് പഴമൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് ഇന്ന് ചക്കയാണ്. ചക്കയും കൃഷുവിന് ഭയങ്കര ഇഷ്ടമാണ്. അവനും കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് പച്ചമുളക് അധികം ഇട്ടുപോയോണ്ട് കുറച്ച് എരിവായിപ്പോയി. അതുകൊണ്ടാണ് അവന് ഇന്ന് കൊടുക്കാഞ്ഞത്. വൈകുന്നേരം ആ ഒരു പഴം കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് അച്ചപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അച്ചപ്പൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിപ്പോൾ രാത്രിയായി. രാത്രി ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണിത്. ഭയങ്കര മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് അവനെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്തിറക്കിയിട്ട് വേണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കഴിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് ഞാനൊരു വടി എടുത്തു കൊടുത്തു. എന്നിട്ട് അവിടെ കുറച്ച് ഈ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രാണികൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ കിടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങേണ്ടതും കുറച്ച് പണിയാണ്. ഒരു 12 മണി എന്തായാലും കഴിയും അവനെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്രിഷ് ബേബീൻ്റെ ഒരു ദിവസം. അവന് ഇങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കാറ്. ഞാനങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും അവനെ കഴിപ്പിക്കാറില്ല കേട്ടോ. അവന് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടൊന്നും കൊടുക്കാറില്ല. മാക്സിമം ഒരു 2-2.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ അവന് ഞാൻ ഫുഡ് കൊടുക്കാറുള്ളൂ. പിന്നെ എന്താ, ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.